അമ്മേ ഒന്ന് നിക്ക. എന്തിനാ അമ്മ എന്റെ ഫോൺ എടുത്ത് നോക്കിയത്? നിർമ്മല ഏത് നമ്പറിൽ നിന്നാ എന്നെ വിളിച്ചതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ? നിർമ്മല എന്നൊരാൾ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. നിർമ്മല എന്ന പേര് കേട്ടതും അമ്മയുടെ ശരീരം അങ്ങ് വിറച്ചുപോയി അല്ലേ? ഇപ്പൊ എനിക്ക് ഉറപ്പായി ഈ നിർമ്മല ആരാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പറയമ്മേ, ആരായി നിർമ്മല? ഈ നിർമ്മലയും ഗൗതമിന്റെ ജനനവും തമ്മിൽ എന്താണ് ബന്ധം? അമ്മ മോനെ മോനെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന ഗൗതം സത്യത്തിൽ ആരുടെ മോനാ അമ്മേ? എനിക്കറിയണം. എനിക്കെല്ലാ സത്യവും അറിഞ്ഞേ പറ്റൂ. നിർമ്മല എന്ന വ്യക്തിക്ക് ഗൗതവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. അത് പറഞ്ഞാണ് വസുന്ധര ആന്റി ഭീഷണിപ്പെടുത്തുന്നതും. എന്റെ ഗൗതമിനെ ഒരു വലിയ വീഴ്ചയിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ എനിക്ക് ആ സത്യം അറിഞ്ഞേ പറ്റൂ. പറയമ്മേ, ആരായി നിർമ്മല? അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാനില്ല. അറിയേണ്ട ആവശ്യമില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ കുറിച്ചുള്ള രഹസ്യം ഞാൻ അറിയുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യമാണോ അമ്മേത്? ആവശ്യമില്ലാത്ത കാര്യം തന്നെയാ. ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാ അത് തന്നെ ആവർത്തിക്കുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. ദേ നോക്ക്, ഗൗതം എന്റെ മോനാ. എന്താ നിനക്കതിൽ വല്ല സംശയമുണ്ടോ? നിന്റെ ഉദ്ദേശം എന്താ നിധി? ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാനാണോ? വേണ്ട വേണ്ടെന്ന് ഞാൻ ഉപേക്ഷ വിചാരിക്കും തോറും എന്റെ തലേ കയറി നിരങ്ങാന്നാണോ നീ വിചാരിക്കുന്നത്? ഉള്ളിലെ സ്നേഹം കൊണ്ട് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ കൊച്ചുകുട്ടിയെ പോലെ കിട്ടാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാനോ? മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? അമ്മേ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഒന്നും ചോദിക്കാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. വന്ന് കയറിയ വീട്ടില് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നതിന് പകരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി തലയിടാൻ വന്നേക്കരുത്. പറഞ്ഞേക്കാ ഞാൻ. നീ ഗൗതമിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് അവന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നും അല്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ട്, സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്. അവന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്. അല്ലാതെ ആദ്യം ഇത് എന്നൊക്കെ പറഞ്ഞ് CID പണിയായിട്ട് എന്റെ പുറകെ വന്നേക്കരുത്. ഓരോന്ന് കെട്ടിച്ചമച്ചോണ്ട് ഇറങ്ങിക്കോളും. അമ്മയൊന്ന് നിന്നേ. ഒന്നും ഞാൻ കെട്ടിച്ചമച്ച കഥകളല്ല.